ഹലോ. അധികം പൈസ ചിലവൊന്നുമില്ലാതെ വീടിൻ്റെ ഷെൽഫ് എങ്ങനെ ക്രിയേറ്റീവായി ഡെക്കറേറ്റ് ചെയ്യാമെന്നാണോ നോക്കുന്നത്? എന്നാൽ വായോ നമുക്ക് തുടങ്ങാം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ എടുത്തോ. അധികം വലുതൊന്നും വേണ്ട, ഈ ചെറിയ പേസ്റ്റിൻ്റെയോ സോപ്പിൻ്റെയോ ഒക്കെ ബോക്സ് ഉണ്ടാവുമല്ലോ, അതായാലും മതി. ഇതൊക്കെ എടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ? വേറെ ഒന്നുമല്ല, കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. കാണാൻ ഏതാണ്ട് സൺഫ്ലവറിനെ പോലെയൊക്കെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാർഡ്ബോർഡ് വീഡിയോയിൽ കണ്ടതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിനിഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇവിടെ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലല്ലേ ഒരു സൺഫ്ലവറിൻ്റെ ലുക്കൊക്കെ വരുള്ളൂ. സൺഫ്ലവർ സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിനുള്ള തണ്ടും ഇലകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചാണ് രണ്ടും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇലകളും തണ്ടും ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കാം. ഏകദേശം നമുക്ക് വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഇലകളും തണ്ടും പൂക്കളും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് റെഡിയാവും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അധികം പൈസ ചിലവൊന്നുമില്ല എന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സിമ്പിളും ക്രിയേറ്റീവും ഒക്കെ ആയിട്ട് നമ്മുടെ ഷെൽഫൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പൂക്കളൊക്കെ സെറ്റായ സ്ഥിതിക്ക് അതിനിരിക്കാനുള്ളൊരു സ്ഥലം കൂടെ വേണമല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ വേസും കൂടെ ഉണ്ടാക്കിയെടുത്തേക്കാം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ചിലവില്ലാത്ത പരിപാടി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ കാർഡ്ബോർഡ് എടുക്കാം, കുറച്ച് ചിരടെടുക്കുക, അങ്ങ് ചുറ്റി കൊടുക്കുക, പിന്നെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സംഭവം റെഡി. എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്കും? അടിപൊളിയായിട്ടില്ലേ? അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് വീടൊക്കെ ഒന്ന് കളർഫുള്ളാക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബും ചെയ്തേക്ക്. ബൈ ബൈ.